പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങളും അതിനെ തുടർന്നുണ്ടായ വിതരണ പ്രതിസന്ധികളും ആഗോള ഊർജ്ജ വിപണിയെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി മാതൃകയിൽ ശ്രദ്ധേയമായ മാറ്റമാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി ഉയർന്നിരിക്കുകയാണ്. മാർച്ച് 29 വരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 9 മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലാണ് റഷ്യൻ എണ്ണ ഇന്ത്യയിലെത്തിയത്. ആകെ 5.55 കോടി എണ്ണയാണ് ഈ കാലയളവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചത്. 2025 ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇറക്കുമതി അളവാണിത്. കമോഡിറ്റി അനലിറ്റിക്സ് സ്ഥാപനമായ കിപ്ലർ കണക്കുകൾ പ്രകാരം മുൻകാലത്തേക്കാൾ ഏകദേശം 89% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള തന്ത്രപ്രധാനമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ഈ മാറ്റത്തിന് പ്രധാന കാരണമായി മാറിയത് ഹോർമൂസ് മേഖലയിലെ പ്രതിസന്ധിയാണ്. ഇറാൻ ഈ പ്രധാന കടൽമാർഗം ഉപരോധിച്ചതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖല താറുമാറായി. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ ഗതാഗതം നടക്കുന്ന ഈ കടലൊടുക്കിൽ തടസ്സം നേരിട്ടതോടെ പല രാജ്യങ്ങൾക്കും പകരമാർഗങ്ങൾ നേരിടേണ്ട അവസ്ഥയിലാണ്. ഇന്ത്യക്കും അതിന്റെ പ്രതിഫലം ശക്തമായി അനുഭവിക്കേണ്ടി വന്നു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി US താൽക്കാലികമായി റഷ്യ എണ്ണയിന്മേലുള്ള ചില ഉപരോധങ്ങൾ മരവിപ്പിച്ചു. ഇതോടെ ഇന്ത്യ എണ്ണ കമ്പനികൾക്ക് വീണ്ടും റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഇതിനകം തന്നെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന റഷ്യൻ എണ്ണ ഇന്ത്യയുടെ പ്രധാന വിനിമയ മാർഗങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ അത് കൂടുതൽ പ്രാധാന്യം ആർജിച്ചു വരികയാണ്. റഷ്യയിലെ പ്രധാന എണ്ണ കമ്പനികൾക്കെതിരെ മുൻപ് അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇന്ത്യ ഈ നിയന്ത്രണങ്ങൾക്കിടയിലും ഇറക്കുമതി പൂർണ്ണമായി നിർത്തിയിരുന്നില്ല. പകരം ഉപരോധ പട്ടികയിൽ ഉൾപ്പെടാത്ത മറ്റ് കമ്പനികളിലൂടെ എണ്ണ വാങ്ങുന്നതാണ് ഇന്ത്യൻ കമ്പനികൾ സ്വീകരിച്ച തന്ത്രം. ഫെബ്രുവരി മാസത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 22% റഷ്യയിൽ നിന്നായിരുന്നു. എന്നാൽ ഹോർമൂസ് കടലൊടുക്കിലെ പ്രതിസന്ധി രൂക്ഷമായതോടെ ഈ വിഹിതം കൂടുതൽ ഉയർന്നതായാണ് സൂചന. അതേസമയം മൊത്തത്തിലുള്ള എണ്ണ ഇറക്കുമതിയിൽ കുറവുണ്ടായതും ശ്രദ്ധേയമാണ്. ഫെബ്രുവരിയിൽ 14.5 കോടി ആയിരുന്നു ഇറക്കുമതി. മാർച്ചിൽ 12.7 കോടിയായി കുറഞ്ഞു. ഇത് വിതരണ തടസ്സങ്ങളുടെ നേരിട്ടുള്ള പ്രതിഫലമാണ്. ഹോർമൂസ് കടലൊടുക്ക് വഴി സാധാരണയായി ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണത്തിന്റെ 40 മുതൽ 50% വരെ എത്താറുണ്ട്. ആയതിനാൽ ഈ മാർഗം തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ ഇത്തരം പ്രതിസന്ധികൾ നേരിടാൻ വിവിധ രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തേണ്ട അവസ്ഥയിലാണ്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതും അതിന്റെ ഭാഗമാണ്. കുറഞ്ഞ വിലയും സ്ഥിരമായ വിതരണവും ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ റഷ്യ ഇന്ത്യക്ക് പ്രധാന പങ്കാളിയായി തുടരാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം ഭാവിയിൽ ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യക്ക് ഊർജ്ജ വിനിമയ വൈവിധ്യം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ഉയർന്നു വരുന്നു. മാർച്ചിൽ ഇന്ത്യക്ക് എണ്ണ നൽകുന്നതിന് 2ാം സ്ഥാനം സൗദി അറേബ്യയ്ക്കാണ്. സൗദിയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ 38% കുറവുണ്ടായപ്പോൾ ആഗോളതലത്തിൽ നിന്ന് ഫെബ്രുവരിയെ അപേക്ഷിച്ച് 255% അധികം എണ്ണ വാങ്ങിയിട്ടുണ്ട്. ഇറാഖിൽ നിന്നുള്ള എണ്ണ വരവ് 73% ഇടിഞ്ഞു. മാർച്ചിൽ 73 ലക്ഷം എണ്ണ മാത്രമാണ് ഇറാഖിൽ നിന്നെത്തിയത്. ഒമാൻ, ഇക്വഡോർ, ഗാബൻ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൂട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം ആഗോള ഊർജ്ജ രംഗത്തെ മാത്രമല്ല രാജ്യങ്ങളുടെ സാമ്പത്തികവും വിദേശ നയവുമായ തന്ത്രങ്ങളെയും സ്വാധീനിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഒരു താൽക്കാലിക പരിഹാരം എന്നതിലുപരി ദീർഘകാല തന്ത്രപരമായ മാറ്റത്തിന്റെ സൂചനയായി കാണപ്പെടുന്നു. വരും മാസങ്ങളിൽ ഈ പ്രവണത തുടരുമോ എന്നതാണ് ഇപ്പോൾ ആഗോള വിപണികൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.